അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മള് ഈ ഡോക്കിങ്ങിനേക്കുള്ള വീഡിയോ ചെയ്യാണ്. മിക്കവാറും ഇത് ഫൈനൽ എപ്പിസോഡായിരിക്കും സീരീസില്. ഇതിൽ നമ്മൾ ഡോക്ക് ചെയ്യും. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ബട്ടൺസും ഞെക്കുന്നത് ഞാൻ പറയാൻ ശ്രമിക്കുക, ഏതൊക്കെയാണ് എന്താണ് ഞെക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് കണ്ടിന്യൂഷനാണ് ഇപ്പൊ ചെയ്യുന്നത്. നമുക്ക് സമയമുണ്ട്. അപ്പൊ ഇനി പ്രത്യേകിച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഡോക്ക് കമ്മ്യൂണിക്കേഷൻ ISS ആയിട്ടുള്ള അതിന്റെ ഡോക്ക് പോർട്ടൊക്കെ റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പൊ G ഇപ്പോഴും 1.00 ആണ്, എനിക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഒന്നും കൂടെ സേവ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഫസ്റ്റ് ചെയ്യേണ്ടത് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ഫുൾ കമ്മ്യൂണിക്കേഷൻ ഫ്രീക്വൻസികൾ സെലക്ട് ചെയ്യുക. അപ്പൊ അത് ഈ ഹോവർ മെനുവില് നമ്മളിപ്പോ മൗസ് മേളിൽ കൊണ്ടുപോകുമ്പോൾ എക്സിറ്റ് ഒക്കെ അടിക്കുന്ന ഇവിടെയാണല്ലോ. ഹോവർ മെനുവില് ഇൻഫോ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല, ഈ വിൻഡോ റെക്കോർഡിൽ വന്നില്ല. പക്ഷെ ഇവിടെ ഒരു ചെറിയ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനകത്ത് ഒബ്ജക്റ്റ് ഇൻഫോ എന്ന് കാണിക്കുന്നുണ്ട്, ഒബ്ജക്റ്റ് കാണിക്കുന്നുണ്ട്, അപ്പുറത്ത് ഒബ്ജക്റ്റിന്റെ ലിസ്റ്റും കാണിക്കുന്നുണ്ട്. അപ്പൊ ഒബ്ജക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പൊ ഫോക്കസ് വെസലാണ് കിടക്കുന്നത്. അവിടെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വെസൽ എന്ന് പറഞ്ഞു തരും. വെസൽ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്ത് ISS ആയിട്ട് മാറും. അപ്പൊ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, ജസ്റ്റ് ഞാൻ പറയുന്നുണ്ട് ഇവിടെ നടക്കുന്നത് എന്താണെന്ന്. അപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ട്രാൻസ്പോണ്ടർ ഫ്രീക്വൻസി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നോട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് എഴുതി വെച്ചാലും മതി, ഈ ഞാൻ പറയുന്ന വാല്യൂ. ഇത് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നേ. ഈ ഇൻഫോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇത് കിട്ടും. അപ്പൊ ഫസ്റ്റ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ട്രാൻസ്പോണ്ടർ ഫ്രീക്വൻസി 131.30 ആണ്. അപ്പൊ നമ്മൾ ഡോക്കിങ്ങിലേക്ക് ഈ മെനു ഇതൊക്കെ നമ്മളിപ്പോ തൽക്കാലത്തേക്ക് ഇനി മാറ്റാണ്. അപ്പൊ നമ്മളിവിടെ സെലക്ഷൻ ചെയ്ത് കോം നാവിഗേഷൻ എന്നുള്ള MFT ഓൺ ആക്കണം. ഇവിടെ nav 1 കിടക്കുന്നത് ഇപ്പൊ ഈ ഒരു വാല്യൂ ആണ്. അപ്പൊ നമ്മൾ അതാണ് 131.30 MHz ആക്കണം. അപ്പൊ അതാക്കാൻ വേണ്ടി ഇപ്പൊ 112 ആണ്. അത് കൂട്ടാൻ വേണ്ടി ഇവിടുത്തെ ഈ ആരോസ് നോക്കിയാൽ മതി. ഡബിൾ ആരോ എന്ന് പറഞ്ഞാൽ 1 വെച്ച് കൂടും. ഈ പോയിന്റ് ഡെസിമൽ പോയിന്റ് മാറ്റാൻ നമ്മൾ ചെറിയ ആരോ ഞെക്കാം. അപ്പൊ അപ്പ് ആൻഡ് ഡൗൺ എങ്ങനെയാണ് പോണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പൊ ഞാൻ ഡബിൾ ആരോ ഞെക്കി 131 പോയിന്റ് എത്തിക്കണം. 31 ആയി. ഇനി 0.30 ആക്കണം. അപ്പൊ ഈ 70 എന്നുള്ള കുറക്കുക ചെയ്യണ്ട. അപ്പൊ ഞാൻ ഈ സിംഗിൾ ആരോ ബാക്കിലേക്കുള്ള ക്ലിക്ക് ചെയ്ത് 131.30 കണ്ട. ഇപ്പൊ XPDR ISS എന്ന് കാണിക്കുന്നത് നമ്മൾ ഇന്റർനാഷണൽ സ്റ്റേഷനിൽ ഓൾറെഡി കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ മാപ്പിൽ ഇതൊക്കെ കാണിക്കും. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അടുത്ത് വരുമ്പോഴൊക്കെ കാണിച്ചു തരും. അതിനു വേണ്ടിയാണ് ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഡോക്ക് ചെയ്യാൻ കുറെ പോർട്സുകളുണ്ട്. അത് ഞാനിപ്പോ ഈ സെയിം ഒബ്ജക്റ്റ് ഇൻഫോ എന്നുള്ള വിൻഡോ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഡോക്കിംഗ് പോർട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 പോർട്ടിന്റെ ലിസ്റ്റ് കാണിക്കും. ഇതിലെ ഏറ്റവും ബെറ്റർ പോർട്ട് തേർഡ് പോർട്ടാണ് 137.20. അപ്പൊ അത് nav 2 സെറ്റ് ചെയ്യും. 137.20 എന്നുള്ളത്. അപ്പൊ നമ്മള് nav 2 സെലക്ഷൻ പോകാൻ വേണ്ടി CSL സെലക്ഷന്റെ SL പ്ലസ് മാർക്ക് ഉപയോഗിക്കും വരാം. അപ്പൊ ഞാൻ പ്ലസ് അടിക്കുമ്പോ ഇപ്പൊ യെല്ലോ കാണിക്കുന്നതാണ് ഹൈലൈറ്റ് ആയേക്കണേ. nav 2 ഇത് 137.20 ആക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഓൾറെഡി ആയി 137.20. വേറെ ഒന്നും ചെയ്യാനില്ല. വേണമെങ്കിൽ നമുക്ക് അഡീഷണൽ പോർട്സിലോട്ടും കൂടെ സെറ്റ് ചെയ്ത് വെക്കാം. ഇത്രയും ചെയ്യുന്ന ആദ്യം കൺഫ്യൂഷൻ ഉണ്ടാകാണ്ടിരിക്കും. അപ്പൊ 2 സെറ്റ് ചെയ്താൽ മതി. ഇനി ഈ nav എന്നുള്ള ഇതിന്റെ ആവശ്യമില്ല, MFT ആവശ്യമില്ല. ഇനി നമുക്ക് ആവശ്യമുള്ള ഇത് വിട്ട് കളഞ്ഞേക്കുക. ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിൻഡോയും ക്ലോസ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല. ഡോക്കിംഗ് എന്നുള്ള MFT ഓൺ ആക്കുക. അപ്പൊ ഇവിടെ ഓൾറെഡി കണ്ട XPDR നമ്മൾ nav 1 131.30 MHz ആണ്. ഡിസ്റ്റൻസ് ഓൾറെഡി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. 356 കിലോമീറ്റർ ആണ് നമ്മളിപ്പോ ഇന്റർനാഷണൽ സ്റ്റേഷനിലുള്ള ദൂരം, നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇനി nav എന്നുള്ള ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് nav 2 എത്തിക്കാം. ഇപ്പൊ nav 2 നമുക്ക് വർക്ക് ചെയ്യില്ല, നമ്മൾ ഇന്റർനാഷണൽ സ്റ്റേഷന്റെ തൊട്ടടുത്ത് എത്തിയാലേ ഇത് വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ അത് പക്ഷെ ചെയ്യേണ്ട ആവശ്യമുണ്ട്, മറക്കരുത്. നമ്മൾ ഡോക്കിംഗ് ടൈമിൽ അത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. തിരിച്ച് നമ്മൾ ഇപ്പൊ ഈ നാവിൽ കൂടെ എല്ലാം പോയി 1 എത്തണം. ആണ് നമ്മുടെ പറ്റും. അപ്പോ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല. ഇതൊരു ടൈം ആക്സലറേറ്റ് ചെയ്ത് സിഗ്മോഡ് പറ്റി അറിയാമല്ലോ, 00 ആണെല്ലാം. ഇനി ഇങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മള് ഈ ഇതിന്റെ ആവശ്യമില്ല. ടൈം ആക്സലറേറ്റ് ചെയ്യാം.
ഇപ്പൊ ഞാൻ 100x പോവാണ്, വലിയ കൂട്ടമില്ല. അപ്പൊ അതിനു മുമ്പേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഈ ഡി എന്ന് പറയുന്ന സ്ക്വയർ ആണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ ബോക്സ്. ഈ വി ഐ എസ് എസ് എന്ന് പറഞ്ഞ വെലോസിറ്റി വെക്ടർ ഓഫ് ഐ എസ് എസ് എന്നുള്ളതാണ് നമ്മുടെ സ്പീഡാണ് ഈ കാണിക്കുന്നത്. പക്ഷെ നമ്മള് ഇതിപ്പോ 130 ഭയങ്കര മീറ്റർ നല്ല സ്പീഡിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷെ ഇത് കുറയും, നമ്മളതിന്റെ അടുത്ത ഡിസ്റ്റൻസ് എത്തുമ്പോൾ കുറഞ്ഞുകൊണ്ട് കുറഞ്ഞു. അപ്പൊ ഇതൊരു 50-40 കിലോമീറ്റർ ആവണ വരെ ഞാൻ ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. 50-40 വേണ്ട, 20 ആക്കാം, 20 വരെ പോട്ടെ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ റിയൽ ടൈം വരുന്നുണ്ട്, 10x ആക്കി. ഓക്കെ, അപ്പൊ നമ്മൾ 20 കിലോമീറ്റർ ആണ് ഇപ്പൊ ഡിസ്റ്റൻസ്. നമുക്ക് മാപ്പ് എടുത്ത് നോക്കാം എന്താ അവസ്ഥ. കണ്ട, ഓൾമോസ്റ്റ് ഇന്റർനാഷണൽ സ്റ്റേഷന്റെ തൊട്ടടുത്താണ് നമ്മൾ 20 കിലോമീറ്റർ. കാരണം ഇത് നമ്മൾ ഭയങ്കര നിയർ, രണ്ടും കൂടെ ഓവർലാപ്പ് ആയിട്ടിരിക്കണം. അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ വെലോസിറ്റി, ഇപ്പൊ നമ്മുടെ 34 എന്നുള്ള വെലോസിറ്റി നമുക്ക് കുറയ്ക്കണം. അതിനു വേണ്ടി വെലോസിറ്റി വെക്ടറിലോട്ട് വെച്ചിട്ടാണ് കുറക്കണം. നോർമൽ ഈ ഐ എസ് എസ് എന്നുള്ള കാണിക്കുന്നത് അതെവിടെയൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ ഡീറ്റെയിൽഡ് വീഡിയോ ആയതുകൊണ്ട് കുറച്ചും കൂടെ സമയം എടുത്ത് കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നോസ്കോൺ എന്നുള്ളത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഈ പറയണ ഇവര് കാണിക്കുന്ന വി ഐ എസ് എസ് വാല്യൂ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. അതിൽ ഒരു സർക്കിൾ കാണാൻ പറ്റും. അതിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൊട്ടേഷണൽ മോഡാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മളിപ്പോ ഇനി നമ്മൾ ത്രസ്റ്റ്, എഞ്ചിൻ ത്രസ്റ്റ് ഒന്നും വെറുതെ ചെയ്യില്ല. നമ്മൾ ഡോക്കിങ്ങിലേക്ക് പോകും. അപ്പൊ ഓരോ സ്റ്റെപ്പ് നമ്മൾ സൂക്ഷിക്കണം. വെറുതെ പ്ലസോ അല്ലെങ്കിൽ 609 ഇപ്പൊ അടിക്കരുത്. റൊട്ടേഷണൽ മോഡ് ഇങ്ങനെ എനേബിൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫോർവേഡ് സ്ലാഷ് നമ്പർ പാഡില ക്ലിക്ക് ചെയ്താലും മതി. ഇനി റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ നമ്മള് സ്റ്റിൽ ഓർബിറ്റ് വിൽ റിമെയിൻ സെയിം. ഓർബിറ്റ് പാത്തും സെയിം ആയിരിക്കും, എല്ലാം സെയിം ആണെന്നല്ല. നമ്മൾ റൊട്ടേഷൻ മാത്രമേ ചെയ്യണം. അപ്പൊ റൊട്ടേഷൻ ചെയ്യാൻ വേണ്ടി 1, 3, 2, 8 ഒക്കെ എനിക്ക് ഉപയോഗിക്കാം. 3 ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് Translation. Rotation. 3 Discovery Houston for Photo TV. റൊട്ടേഷൻ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പ്രോഗ്രേഡ് എന്നുള്ള ബട്ടൺ ഇവിടെ വെക്കരുത്, അത് ഓഫ് ചെയ്ത് കളയാം. അതുകൊണ്ടാണ് ആദ്യം ഒന്ന് സ്റ്റക്ക് ആയത്. കാരണം നമ്മുടെ പ്രോഗ്രേഡ് ഓട്ടോ പൈലറ്റ് ഓൺ ആകുമ്പോൾ അത് നേരെ ആ വാല്യൂലോട്ട് അലൈൻ ചെയ്യാൻ നോക്കും. അപ്പൊ ഇനി അതൊന്ന് മാറ്റി നമ്മളിപ്പോ 3 ഞെക്കുമ്പോ നമ്മള് കണ്ട ഇതാണ് വെലോസിറ്റി വെക്ടർ. അപ്പൊ DISS എന്നുള്ള സ്ക്വയറിൽ നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഉണ്ട്. പക്ഷെ 16 കിലോമീറ്റർ ദൂരം ഉണ്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ആയിട്ട്. നമുക്ക് ഇതിന്റെ സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ വെലോസിറ്റി വെക്ടറിൽ നമ്മുടെ നോസ് കോൺ എടുത്ത് വെച്ചിട്ട് നമുക്ക് മൈനസ് ഞെക്കിയാൽ മതി. നമ്മുടെ റെട്രോ എൻജിൻ വർക്ക് ചെയ്ത്. അപ്പൊ നമ്മളിപ്പോ ഈ 5 എത്തുമ്പോൾ ഞാൻ ജസ്റ്റ് കിൽ റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്, നമ്പർ 5 കീ. അപ്പൊ നമുക്ക് ഈ വെലോസിറ്റി വെക്ടർ ഇപ്പൊ മാറ്റേണ്ട ആവശ്യമില്ല നമുക്ക്, കാരണം ഇപ്പൊ 16 കിലോമീറ്റർ ദൂരം ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ മൈനസ് ഞാൻ ഞെക്കുമ്പോൾ ഈ 29 എന്നുള്ളത് കുറയും. ശ്രദ്ധിച്ചോ, മൈനസ് ആണ് ഞെക്കണത് നമ്പർ പാഡിലെ, 28 ആയതുകൊണ്ട്. അപ്പൊ ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ല, കുറച്ചും കൂടെ നിയറസ്റ്റ് എത്തുമ്പോഴേ ഞാൻ ചെയ്യുന്നുള്ളൂ. പക്ഷെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ. അപ്പൊ മൈനസ് ആണ് നമുക്ക് ഞെക്കേണ്ടത് ഈ വെലോസിറ്റിയുടെ കറക്റ്റ് എത്തുമ്പോൾ. ഇതിനകത്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അപ്പൊ ഞാൻ ഒന്നും കൂടെ ടൈം ഫോർവേഡ് ചെയ്യാനാണ്, ഒരു 5 കിലോമീറ്റർ എത്തണ വരെ നമുക്ക് പോവാം. അപ്പൊ 3 കിലോമീറ്റർ ആയി മതി. ഇനിയിപ്പോ റിയൽ ടൈം ആക്കി. അപ്പൊ നമുക്ക് ഓൾറെഡി കാണാൻ കണ്ട ഈ സാധനം. അപ്പൊ നമ്മൾ ഇനി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷന്റെ അടുത്തോട്ട് ഈ സെയിം വെലോസിറ്റി ട്രിപ്പ് നമ്മുടെ കൂടുതല റൊട്ടേറ്റ് ചെയ്ത് ഈ 20 എന്നുള്ളത് ഓൾമോസ്റ്റ് ഒരു 1, 2, 3 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളുമ്പോൾ അത്. അപ്പൊ നമ്മളിനി മൈനസ് ഒറ്റ ഞെക്കലാണ് ഞെക്കാൻ പോകണം. കാരണം ഇതിപ്പോ നമ്മളെ ഭയങ്കര ക്ലോസിംഗ് ആണ് എത്തുന്നത്, നല്ല സ്പീഡിലാണ്. അപ്പൊ ഞാൻ ചെയ്ത് മൈനസ് ഞെക്കുന്നുണ്ട്. അപ്പൊ 16, 15, 14, 13, 11, 12, 7 അതങ്ങനെ കറങ്ങി വരും. നോക്കണ്ട, മൈൻഡ് ചെയ്യണ്ട, അതെവിടെയെങ്കിലും ഉണ്ടാവും. അപ്പൊ വേറൊരു വാല്യൂ ഇവിടെ വരും. അപ്പൊ നമ്മൾ ഈ സി വെൽ എന്നുള്ളത് പ്ലസ് വാല്യൂ ആയിരിക്കണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ മൈനസിന് ഒരു പ്ലസ് ഒന്ന് ടാപ്പ് ചെയ്തു. അപ്പൊ ഇത് 1 എന്നുള്ളത് ഭയങ്കര നമുക്ക് ആവശ്യമുള്ള ഒരു 1 വേണ്ട, നമുക്കൊന്നും കൂടെ ഒരു പ്ലസും കൂടെ ടാപ്പ് ചെയ്യുന്നുണ്ട്. 2.5 അല്ലെ 3.5 കുഴപ്പമില്ല. നമ്മുടെ വെലോസിറ്റി വെക്ടർ ഇപ്പൊ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് അപ്പൊ ഇനിയുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് പെട്ടെന്ന് നമ്മൾ കണ്ടുമുട്ടില്ല, കുറച്ച് സമയം എടുക്കും. ഈ ഒരു
സർക്കിൾ നമ്മൾ ഇന്റർനാഷണൽ സ്പേസിലോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ അതിലോട്ട് മൂവ് ചെയ്യാം. കാരണം ഇതാണ് നമ്മുടെ ഓർബിറ്റ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സ്ഥലം. നമ്മുടെ നോസ് കോൺ ഇങ്ങനെ തിരിഞ്ഞാണ് ഇരുന്നാണെങ്കിൽ നമ്മൾ പോകാൻ പോണ അങ്ങോട്ടാണ്. അപ്പൊ ഈ സാധനം നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് എത്തിക്കണം. അതിനു വേണ്ടി ട്രാൻസ്ലേഷൻ, ഇനിയിപ്പോ നമ്മൾ റൊട്ടേഷൻ മാറ്റി, ഇനിയിപ്പോ നമുക്ക് അണ്ടർ 3 കിലോമീറ്റർ ആയിക്കുമ്പോൾ നമുക്ക് റൊട്ടേഷൻ മാറ്റി ട്രാൻസ്ലേഷൻ ഉപയോഗിക്കാം. നമ്മൾ അധികം ഓർബിറ്റ് ഒന്നും തെറ്റൂല. അതേപോലെ ഈ വാല്യൂ ഒരു 3 അല്ലെങ്കിൽ 2 അണ്ടർ 5 ആയിരിക്കണം എന്നുള്ളത് ചെക്ക് ചെയ്യുക. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ക്ലോസ് ചെയ്യും. ഇപ്പൊ ഭയങ്കര മൈന്യൂട്ടായിട്ടാണ് നമ്മുടെ ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നത്. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഈ വാല്യൂ താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടി ട്രാൻസ്ലേഷൻ ക്ലിക്ക് ചെയ്തിട്ട് 8 ആണ് ഈ വാല്യൂ താഴോട്ട് വരുന്നത് വെലോസിറ്റി തൊട്ട്. എന്നിട്ട് 1 ഞെക്കുമ്പോൾ എനിക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം. 8 ഞെക്കിയിട്ട് കറക്റ്റ് ഇന്റർനാഷണൽ സ്പേസിലോട്ട് വെക്കാം. എന്നിട്ട് ഇനി ഇപ്പൊ നമ്മുടെ നോസ് കോൺ ഇങ്ങോട്ടാണല്ലോ ഇരിക്കുന്നത്, അത് ഇങ്ങോട്ട് എത്തിക്കാൻ വേണ്ടി റൊട്ടേഷൻ മോഡ് ഓൺ ആക്കാം. അപ്പൊ /8 താഴോട്ട് എത്തിക്കാൻ, 1 സൈഡിലോട്ട് പോകാൻ വേണ്ടി 5 ഇടയ്ക്ക് നിൽക്കുന്നുണ്ട് ഫിൽ റൊട്ടേഷൻ ചെയ്തെടുക്കാൻ വേണ്ടി. ഓക്കെ, സെറ്റാണ്. അപ്പൊ ഇപ്പൊ നമ്മുടെ ഡയറക്ഷൻ ഈ ഇത്തിരിയും കൂടെ ആക്സെപ്റ്റ് ചെയ്ത് നമ്മൾ ഇന്റർനാഷണൽ എടുത്തത്. അപ്പൊ നമുക്ക് ഇതൊരു 1 കിലോമീറ്റർ എത്തിക്കാൻ വരാം ഞാൻ. അപ്പൊ ഇൻ കേസ് നിങ്ങൾ ഇത് കണ്ടില്ലെന്ന് വെച്ചു, ചിലപ്പോ ഈ വെലോസിറ്റി വെക്ടേഴ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പൊ നമ്മൾ റൊട്ടേഷൻ മോഡില് ഫുള്ളൊന്ന് നോക്കണം. 2 ഞെക്കി ഇങ്ങനെ ഒന്ന് കറങ്ങി നോക്കണം. അപ്പൊ ഈ കണ്ട ഇപ്പൊ VSS ഇങ്ങനെ കാണിക്കും, ആരോ കാണിക്കും. അപ്പൊ അതെവിടെയാണെന്ന് ചെക്ക് ചെയ്തിട്ട് അത് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ നിന്ന് ആ ആരോ പതുക്കെ വിളിച്ച് കൊണ്ടുവരണം ഇതിലോട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അല്ലെങ്കിൽ സമയമുണ്ട് അതുകൊണ്ട് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഒന്ന് എന്റെ റൊട്ടേഷൻ അടിച്ച് തിരിച്ചവിടെ തന്നെ എത്തും. കാരണം ഞാൻ ഇനി 5 അടിക്കും കിൽ റൊട്ടേഷൻ. ഇപ്പൊ സപ്പോസ് ഞാൻ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, 2 ഞെക്കി എനിക്ക് ഇതിങ്ങനെ കളയാം. നമ്മുടെ വെലോസിറ്റി കൂടുന്നുണ്ട് പതുക്കെ, സൂചിച്ചല്ലോ. അപ്പൊ കണ്ട ഇപ്പൊ എവിടെയാ നമുക്കിത് അറിയില്ല. ഇപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ നമ്മളിപ്പോ പോണത് മേളിലോട്ടാണ്. ഈ നോസ്കോൺ നോക്കണ്ട, നമ്മൾ മേളിലോട്ടായിരിക്കും പോകുന്നത്. അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആദ്യം റൊട്ടേഷൻ ചെയ്ത് 2 ഞെക്കി നമ്മൾ ഈ ആരോ പോയിന്റ് ചെയ്യാനോട്ട് നോക്കും എവിടെയാണ് ഈ സാധനം ഉള്ളത്. അപ്പൊ നമ്മളത് ഇവിടെയാണെന്ന് കണ്ടെത്തും. അത് വിഷ്വലിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ ISS കാണണമെന്നില്ല, നമുക്ക് നേരെ 8 ഞെക്കി ട്രാൻസ്ലേഷനിൽ ചെല്ലണം. 8 ഞെക്കി കുറയ്ക്കാം. അല്ല ഇപ്പൊ ഇത്തിരി സ്പീഡിൽ നമ്മൾ ISS ആയിട്ട് അടുത്തോട്ട് വന്നില്ലേ 1.9. അപ്പൊ നമ്മൾ കാരണം വെലോസിറ്റി വെക്ടർ 4 പോയിന്റ് ആണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അറിയാലോ, -. അപ്പൊ ഇങ്ങനെയാണ് അതിനെ കൊണ്ടുവന്നത്. വേറെ എവിടെയെങ്കിലാണ് ഇതിനെ വിളിച്ചുകൊണ്ട് തന്നെ. അപ്പൊ അത് ആദ്യം ഒരു 10 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴേ ചെയ്താൽ നല്ലതാണ്. ഇപ്പൊ 4.9 ആണ് നമ്മുടെ ക്ലോസിംഗ് സ്പീഡ്. 1 കിലോമീറ്റർ ആവുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് 10x ചെയ്യുന്നുണ്ട്. 10x ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ നോക്കാം, അതായിരിക്കും ബെറ്റർ. ഇപ്പൊ ഈ ടൈമിൽ നമ്മൾ എന്തെങ്കിലും ടൈം ആക്സലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര, നമ്മൾ അറിയാണ്ടൊരു ബട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ടാണ്. അപ്പം ഉദ്ദേശം ഒരു 1 കിലോമീറ്റർ എത്തുമ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നു ടൈം ആക്സലേഷൻ 10x ചെയ്യുന്നുണ്ട്. നമ്മൾ ഡേ ടൈമിലെത്തി. ഇപ്പൊ 1.4 ആയി, 1.3 ആയി, 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആയി. 1.2. അപ്പൊ നമുക്ക് ഇവിടെ നിന്നും കൂടെ ഇപ്പൊ ഇത് കുഴപ്പമില്ല, നോസ് ഫോൺ വേണമെങ്കിൽ എനിക്ക് ഇതിലോട്ട് വെച്ചിട്ട് മൈനസ് ഞെക്കാം. അപ്പൊ ഈ 5 എന്നുള്ളത് ഒരു 3 ഒക്കെ എത്തിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മൈനസ് ഞെക്കി വിടുന്നുണ്ട്. 1.7 ആയി. അപ്പൊ ഇത് നമ്മളിപ്പോ ഇനി അധികം പെട്ടെന്ന് അങ്ങനെ പാസ് ചെയ്ത് പോകില്ല. നമ്മൾ ഓൾമോസ്റ്റ് രണ്ടുപേരും ഒരുമിച്ച് ഓർബിറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റിൽ നിന്ന് ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, ഇന്റർനാഷണൽ സ്റ്റേഷന്റെ ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ല. നമുക്ക് ഡോക്കിംഗ് ബോട്ടിന്റെ ഫ്രീക്വൻസിയാണ് നോക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടി ഏതാണ്ട് ഈ 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ 1 കിലോമീറ്റർ ഡിസ്റ്റൻസും നമ്മുടെ വെലോസിറ്റി, ക്ലോസിംഗ് വെലോസിറ്റി ഏതാണ്ട് 1.2 അടിയിൽ ശ്രമിച്ചാൽ മതി. 2 അടിയിലായിരിക്കണം. എന്നിട്ട് നാവിഗേഷൻ ക്ലിക്ക് ചെയ്ത് നാവിഗേഷൻ മാറ്റാം. 1 എന്നുള്ളത് 2 ആക്കാം. 2 ആക്കി നമ്മൾ നേരത്തെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ 137.20. അപ്പൊ നിങ്ങളുടെ പുതിയ ഹഡിൽ ഇങ്ങനത്തെ എഞ്ചിൻ ത്രസ്റ്റേഴ്സ് ഒന്നും കാണിക്കുകയില്ല. ഇത് ട്രാൻസ്ലേഷൻ എഞ്ചിൻ എങ്ങനെ ഉപയോഗിച്ച്
സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇതിനകത്ത് ആകെ ആവശ്യം ഇപ്പൊ നമ്മൾ 2016 വേർഷൻ ഉപയോഗിക്കുന്ന ആകെ ആവശ്യം ഒരു എക്സ് വരും, പിന്നെ ഒരു പ്ലസും വരും. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോക്കിംഗ് ബോർഡുമായിട്ട് നമ്മൾ അലൈൻ കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയാ. പ്ലസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അതിന്റെ ഹൈറ്റും ഇതും നമ്മൾ ചെക്ക് ചെയ്തത് കറക്റ്റ് അതിന്റെ ആ സർക്കിളിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ്. രണ്ട് കാര്യം നമുക്ക് ഈ സീറോ ഈ പോയിന്റ് ഉണ്ടല്ലോ നമ്മുടെ മെയിൻ എയിം പോയിന്റ് ഇവിടെ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് നമുക്ക് റൊട്ടേഷൻ മോഡും ത്രസ്റ്റ് ലീനിയർ ആക്സലേഷനും ഉപയോഗിക്കേണ്ടി വരും. ഞാൻ ജസ്റ്റ് ഇപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര ക്ലോസിംഗ് സ്പീഡൊന്നും അല്ല, ഭയങ്കര പതുക്കെയാണ്, കുറച്ചാണ് വരുന്നത്. വേണമെങ്കിൽ എനിക്ക് വെലോസിറ്റി വെക്ടർ ഒന്നും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി പതുക്കെ ഒന്ന് മൈനസ് ചെയ്ത് കൊടുക്കാം, 1.61 ആക്കി. അപ്പൊ ഇനി നമുക്ക് ഹഡ് വേണം, ഡോക്കിങ്ങിനുള്ള ഒരു ഹഡ് കിട്ടും. അപ്പൊ അത് ആ വിൻഡോയിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പൊ അതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഹഡ് എന്നുള്ളത് ഓൺ ആക്കിയാൽ മതി. ഞാൻ ജസ്റ്റ് ജി വാല്യൂ തെറ്റിയിട്ടുണ്ടോ നോക്കിയതാ. കാരണം ഇത് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡോക്ക് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ ഭൂമിയുടെ ഒരു 1000 കിലോമീറ്റർ അപ്പുറത്തൊക്കെ പോകും. അതായിരുന്നു ആ ബഗ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ട കാര്യം ഇത്രയുള്ള ഹഡ് ഇവിടെ ഈ nav 2 എത്തിയിട്ട് ഹഡ് ഓൺ ആക്കുക. അപ്പൊ ഈ കാണുന്ന ഹഡാണ് ഇത് ഓഫ് ചെയ്തിടാം നമുക്ക് ചെല്ലേണ്ട സ്ഥലം. നമ്മുടെ വെലോസിറ്റി വെക്ടർ ഈ ഹഡിലോട്ട് എത്തി വെക്കണം, നോസും വെക്കണം. ഏതുകൊണ്ട് ഒരു 1 2 3 4 900. ഇതൊരു റെക്ടാംഗിൾ ആണ്, അങ്ങോട്ട് എത്തിച്ചാൽ മതി. ഞാൻ വെലോസിറ്റി വെക്ടർ ഒന്നും കൂടെ മൈനസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര സ്ലോ ആക്കിയതാണ്. ഇനി അതിന് താഴോട്ട് കൊണ്ടുവരാൻ ട്രാൻസ്ലേഷൻ മോഡിലെത്തില്ല, താഴോട്ട് എന്തെങ്കിലും വെച്ചാൽ 8 എനിക്ക് താഴോട്ട് കൊണ്ടുവരാം, 1 എനിക്ക് കറക്റ്റ് ഈ പോയിന്റിലെത്തിക്കും, ഈ പോയിന്റ് എത്തി. പിന്നെ നമ്മൾ റൊട്ടേഷൻ ചെയ്ത് നമ്മുടെ നോസും അതിലോട്ട് തന്നെ വെക്കുക. ഇപ്പൊ ഇത് ആക്സലറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും ഡോക്ക് എടുത്തിട്ടേക്കാം. ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിൻഡോ കൊടുക്കേണ്ടി വരും. അതേപോലെ nav 2 വെക്ക്. ഇത് രണ്ട് സെയിം വാല്യൂലാണ്, 800 ഫീറ്റ് ആണത്. അപ്പം ഇവിടെയാണ് വിഷ്വൽ കിട്ടുന്നതുകൊണ്ട് ഞാൻ ഇപ്പുറത്ത് ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടൈം ഡയറക്റ്റ് ആക്സലറേറ്റ് ചെയ്യാം. ഈ രണ്ട് സാധനവും ഇതിന്റെ വെലോസിറ്റി വെക്ടറും നമ്മുടെ നോസ് കോണും ഇതിലോട്ടാണോ നോക്കുക, എന്നിട്ട് ടൈം ആക്സലറേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ 10x ചെയ്യാൻ പോകുന്നത് T10x ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്പീഡ് ഒത്തിരി കുറവാണ്, അതുകൊണ്ട് ഇത്തിരി കൂട്ടാൻ വേണ്ടി ഒന്ന് പ്ലസ് ആക്കി കൊടുക്കുന്നുണ്ട്. മെയിൻ എഞ്ചിൻ 1.81 എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ചും കൂടെ സ്പീഡിൽ അങ്ങോട്ട് എത്തും. ഇത് പോണ വഴിക്ക് അലൈൻമെന്റ് തെറ്റിപ്പോവാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇപ്പൊ നമുക്ക് ഡേ ടൈമിൽ അതും കൂടെ കാണിച്ചു തരാം. നമ്മളിപ്പോ ഡോക്ക് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ടൈം ഇത്രയും ടൈം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇത് പതുക്കെ അതിന്റെ അടുത്ത് ക്ലോസ് ചെയ്യാൻ പോകണ്ട. അപ്പം സ്റ്റിൽ ഡേ ടൈമിലാണ് നമ്മൾ ഇത് ഡോക്ക് ചെയ്യാൻ പോണേ. ഓക്കെ, അപ്പൊ ഇത്തിരി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോസ് കോണാണ് താത്തേണ്ടത്. അതിന് റൊട്ടേഷൻ മോഡിൽ 8 ലീനിയർ ത്രസ്റ്റർ എടുത്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ മോഡ് ഒന്നും കൂടെ ടൈം ആക്സലറേറ്റ് ചെയ്യണം. ചിലപ്പോ ഇത്തിരിയും കൂടെ സമയം എടുക്കുന്നതുകൊണ്ട് ഒരു പ്ലസും കൂടെ അടിക്കുന്നുണ്ട്, കാരണം ഇല്ലെങ്കിൽ നമ്മൾ ഡേ ടൈം കഴിഞ്ഞു പോകും. 3.3 ഇവിടെ എത്തുമ്പോൾ നമ്മളത് കട്ട് ചെയ്യണം, കാരണം ഇല്ല നമ്മൾ അത് കഴിഞ്ഞ് പാസ് ചെയ്ത് പോകും. 3 എന്നുള്ളത് ഇപ്പൊ ഞാൻ 10x ചെയ്യണത്, അങ്ങനെ ചെയ്യരുത്. ഇപ്പൊ ഞാൻ റിയൽ ടൈം ആക്കിയിട്ടുണ്ട്. എനിക്കിനി വെലോസിറ്റി ഇവിടെ ഈ സ്ക്വയർ നമ്മൾ എത്താറായി, സോറി റെക്ടാംഗിള് നമുക്ക് അതിന്റെ എത്താൻ ഈ 3.3 എന്നുള്ളത് നമ്മൾ അത് സീറോയുടെ അടുത്ത് എത്തിക്കണം, എന്നാലേ നമുക്ക് ഡയറക്ഷൻ മാറ്റാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ അത് പാസ് ചെയ്ത് പോകും. അപ്പൊ നമ്മളിനി ചെക്ക് ചെയ്യേണ്ടത് ഈ ഹഡിന്റെ ഈ റെക്ടാംഗിളിന്റെ തൊട്ടടുത്ത് നമ്മൾ എത്തിയിട്ട് ഞാൻ മൈനസ് ആണ് ഞെക്കാൻ പോകുന്നത്, പ്ലസിന് പോലെ മൈനസ് എനിക്ക് വെലോസിറ്റി എടുത്തിട്ട് നമ്മൾ ഓൾമോസ്റ്റ് എത്താറായി. And we think that those two HRMs are in the ergometer bag next to the shuttle ergometer. Did you find anything in there? കണ്ട, ഓൾമോസ്റ്റ് നമ്മൾ അതിലെത്തി. അപ്പൊ ഞാൻ പതുക്കെ മൈനസ് ആക്കി കുറക്കുന്നുണ്ട്. 1.6 0.53 ആക്കി മതി, 0.5 കിടന്നോട്ടെ. പിന്നെ എനിക്കിത് റൊട്ടേറ്റ് ചെയ്തെല്ലാം കറക്റ്റ് ചെയ്യാം, വേണമെങ്കിൽ ഇത്തിരി കൂടെ കട്ട് ചെയ്യാം. 0.026 ഭയങ്കര സ്ലോ കണ്ട, ഓൾമോസ്റ്റ് നമ്മൾ പാർക്കിംഗ് ചെയ്ത പോലെയായി. ഇനി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇന്റർനാഷണൽ സ്റ്റേഷനിലെ ഈ കാണിക്കുന്ന DISS എന്നുള്ള അതിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ഞാൻ റൊട്ടേഷൻ മോഡ് എനേബിൾ ചെയ്തു, 1 ഞെക്കി 1 4 ഞെക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ടൈം കിട്ടാൻ വേണ്ടി.
ഇനി ഞാൻ 6 ഞെക്കും സ്റ്റേബിൾ ചെയ്യാൻ വേണ്ടി. ഫൈവ് ഞെക്കുന്നുണ്ട്. അതേപോലെ ഇതെല്ലാം ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ ഇത്രയും വിട്ട് പിടിച്ചതിന് വേണ്ടി നമ്മൾ അടുത്ത് ചെന്ന് ഡോക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇത്തിരി വിട്ട് പിടിച്ചത്. അപ്പൊ നമ്മളിപ്പോ ഓൾമോസ്റ്റ് അലൈൻഡ് ആണ്. പക്ഷെ നമ്മളിപ്പോ റൊട്ടേഷൻ കറക്റ്റ് ആയിട്ടില്ല. റൊട്ടേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് ചെയ്യേണ്ടി വരും. Just a little note for you. ഇതാണ് നമ്മുടെ റൊട്ടേഷൻ. ഞാൻ എക്സ് വരുന്നത്. അപ്പൊ എക്സ് വരുന്ന വേണ്ടി നമുക്ക് അറിയാലോ. ഈ ഇതുമായിട്ട് നമ്മൾ പെർപെൻഡിക്കുലർ ആവുക എന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ വെലോസിറ്റി ചെക്ക് ചെയ്യപ്പോഴും നമ്മുടെ ഭയങ്കര സ്മോളാണ്, ഇത് മതി, അത്യാവശ്യം നല്ലതാണ്. എന്നിട്ട് ഈ ഫസ്റ്റ് റൊട്ടേഷൻ മോഡ് കറക്റ്റ് ആക്കുക. അപ്പൊ ഞാൻ 2 ഞെക്കുന്നുണ്ട്. എന്നിട്ട് ഇനി 5 ഞെക്കും. അപ്പൊ അത് എക്സ് സെൻട്രലിലെത്തിയിട്ടുണ്ട്. ഇനി 3 ഞെക്കും. 1 ഞെക്കുമ്പോൾ അത് അപ്പുറത്തോട്ട് വരും. അപ്പൊ അത് കറക്റ്റായി. ഈ എക്സ് കറക്റ്റ് നമ്മുടെ സെൻട്രലിലെത്തി. ഇനി നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് നമുക്ക് ചെറിയൊരു ടിൽറ്റും കൂടെ ചെയ്യാണ്ട് ഈ റെഡ് 0 ഡിഗ്രിയിൽ എത്തിക്കണം. അപ്പൊ അതിനുവേണ്ടി 4 or 6 ഞെക്കുക. എന്റെ കേസിൽ 6 ആണ് വേണ്ടത്. ഓക്കെ, അത് വൈറ്റ് ആയി കഴിയുമ്പോൾ സെറ്റ് ആയി നടത്തുക. അപ്പൊ നമ്മുടെ എക്സ് സെൻട്രലാണ്, ഇത് വൈറ്റ് ആയി. നമ്മളിപ്പോ ഇനി നമുക്ക് ട്രാൻസ്ലേഷൻ ഉപയോഗിച്ച് അങ്ങോട്ട് പോയാൽ മതി. അപ്പൊ നമ്മള് ട്രാൻസ്ലേഷൻ ഇപ്പൊ ഞാൻ റൊട്ടേഷൻ വന്ന് എഞ്ചിൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ട്രാൻസ്ലേഷൻ സെലക്ട് ചെയ്തു. ഇനി 8 നിൽക്കുമ്പോൾ നമ്മൾ താഴോട്ട് പോകും, അറിയാലോ. അതേപോലെ സൈഡിലോട്ട് പോകാൻ വേണ്ടി ഞാൻ 1. നമ്മൾ കുറച്ച് നേരം ഇതിങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ വെലോസിറ്റി വെക്ടർ കാണാൻ പറ്റും, ഈ വി ഐസസ് എന്നുള്ളത്. ഞാൻ 2 ഞെക്കുന്നുണ്ട്, 8 ഞെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ സി വെല്ല് എപ്പോഴും ശ്രദ്ധിക്കണം, ഇത് ഭയങ്കരമായിട്ട് ഉറപ്പ് വരുത്. It's confirmed. We'll put 44 and mark for you. ഇപ്പൊ 2 നല്ലപോലെ ഞെക്കി പിടിച്ചു, ജസ്റ്റ് അത് വന്നു പോയി, കണ്ട. ഇപ്പൊ നമുക്ക് ഇത് കിട്ടിയല്ല. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയൊന്നും ചെയ്യാനില്ല, ഇതിനെ എങ്ങനെയെങ്കിലും ഈ ഐഎസിലോട്ട് എത്തിക്കാന്നാണ് നോക്കേണ്ടത്. അപ്പൊ ട്രാൻസ്ലേഷൻ എഞ്ചിനിൽ 1 ഞെക്കി ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്പീഡിൽ പോകുന്നുണ്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ഞെക്കാൻ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്കൊരു പോസിറ്റീവ് വാല്യൂ വേണം. നമുക്കാണ് വെലോസിറ്റി 0.03 ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു 6 ഇത്തിരി അടിക്കുന്നുണ്ട്. പോസിറ്റീവ് വാല്യൂ ഇത്തിരി കൂടെ കിട്ടാണ്ട് നമ്മള് 0.24 കുഴപ്പമില്ല, 0.13 കുഴപ്പമില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് 6 9 ഞെക്കി, കാരണം നമുക്ക് മുന്നോട്ട് പോകണ്ടേ, എന്നല്ലെങ്കിൽ നമുക്ക് ഡോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മൾ അവിടെ തന്നെ നിന്ന് പോകും. അപ്പൊ ഈ വെലോസിറ്റി ചെക്ക് ചെയ്യണത് ഇവിടെയാണ്. നേരത്തെ നമ്മളത് നെഗറ്റീവ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെ തന്നെ നിന്നത്. അപ്പൊ ഇതിപ്പോ കണ്ട 6 ആക്കി കഴിഞ്ഞാൽ എനിക്ക് അത് കൂട്ടാം, 9 ആക്കി കഴിഞ്ഞാൽ അത് കുറക്കാം. 1 2 3 ഒക്കെ 1 2 8 2 ഒക്കെ ഞെക്കി കഴിഞ്ഞാൽ എനിക്കത് മാറ്റാം. അപ്പൊ നമുക്ക് ആദ്യമേ ഇങ്ങോട്ടൊന്ന് ഷിഫ്റ്റ് ആവേണ്ട ആവശ്യമുണ്ട്, 2 പോകണമല്ലോ. ഞാൻ അതുകൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ റെക്ടാംഗിളായിട്ട് അലൈൻ ചെയ്യാൻ നോക്കുന്നത്. നമ്മുടെ റൊട്ടേഷൻ മോഡിലെ വ്യത്യാസമൊന്നും ഇല്ല. ഞാൻ കണ്ട ഈ ഇതിലോട്ട് നമ്മൾ സൈഡ് മൂവ്മെന്റ് നടത്തണേ. ഇനി അത് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലോട്ട് അടിക്കും, 3 അടിക്കും. അപ്പൊ ഇത് തിരിച്ചിവിടെ വരും. ഇപ്പോഴായിട്ടില്ല, അതുകൊണ്ട് ഒന്നും കൂടെ 1 ഞെക്കി നമ്മൾ സൈഡ് മൂവ്മെന്റ് ഒന്നും കൂടെ ചെയ്യാണ്. ഇനി ഒന്നും കൂടെ തിരിച്ച് 3 ഞെക്കി അവിടെ കൊണ്ടുവരും. കണ്ട. അപ്പൊ ഞാൻ ഇനി കാണിച്ചു തരാം 1 ഞെക്കുമ്പോൾ സംഭവിക്കണണ്ട. ത്രസ്റ്റേഴ്സ് ഇപ്പത്തോട്ട് തന്നെ ഉണ്ട്. നമ്മൾ 1 ഞെക്കുമ്പോ ഓക്കെ. ഇനി 3 നിൽക്കുന്നുണ്ട്, ഇവിടെ തിരിച്ചു വന്നു. ഇനി നമുക്ക് അപ്പിലോട്ടാണ് പോകേണ്ടത്. അപ്പൊ നമ്മള് ഇത്തിരി അപ്പ് ചെയ്യണം. Hey Lisa, go ahead on space ground 2. എന്നിട്ട് ഇനി ഡൗൺ ചെയ്യാം. ഇനി നമ്മൾ ഒന്നും ചെയ്യാനില്ല. ഈ വെലോസിറ്റി വെക്ടർ ഇത് എവിടെയെങ്കിലൊക്കെ ആയിരിക്കും ഇതിനെ കറക്റ്റ് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പൊ 8 1 2 3 ഉപയോഗിച്ചിട്ട് ഇതിനെ ഈ ഇന്റർസെക്ഷനെ കറക്റ്റ് സെന്ററിലോട്ട് കൊണ്ട് വെക്കുക. എന്നിട്ട് ടൈം ആക്സലറേറ്റ് ചെയ്താലും കുഴപ്പമില്ല. 6 ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കൂടെ സ്പീഡിൽ ഡോക്ക് ചെയ്യാം. അത് വേണ്ട, ഇത് മതി, ഇത് കറക്റ്റ് ആണ്. കണ്ട ഈ
ചെക്ക് ചെയ്യണം ഇതിപ്പോൾ ഇതിന്റെ താഴെ ആയിരിക്കണം എന്നുള്ളത്. അപ്പൊ ഞാൻ ടൈം ആക്സിലേറ്റ് ചെയ്യുന്നുണ്ട്, 10x ആക്കി. അപ്പൊ ഇത് പതുക്കെ താഴോട്ട് കൊണ്ടല്ലോ, അപ്പൊ നമുക്കത് പതുക്കെ പൊക്കി കൊടുക്കണം. ഞാൻ റിയൽ ടൈം ആയിട്ടേ ചെയ്യുള്ളൂ ഇതെല്ലാം. 2 ഞെക്കിയാൽ മതി. എന്നിട്ട് ഇനി ടൈം ആക്സിലേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഡേ ടൈം കഴിഞ്ഞു, കാരണം ഇത്തിരി ട്യൂട്ടോറിയൽ പറഞ്ഞു വരുമ്പോൾ ഉള്ള ഒരു ടൈം എടുത്തുകൊണ്ട് സ്റ്റിൽ നമുക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട്. നമുക്കത് മാപ്പ് നോക്കിയേക്കാം. ഡേ ടൈമിന്റെ നടുക്കാണ്, കുറെ സമയം ഇനിയും ബാക്കിയുണ്ട്. ഉദ്ദേശം നമുക്കൊരു 22 മിനിറ്റ്സിന്റെ അടുത്ത് ബാക്കിയുണ്ട്. അപ്പൊ ഇത് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ പ്ലസ് ഗ്രീൻ പ്ലസ് സെൻട്രലാക്കുക എന്നാണ്. അപ്പൊ അതിനുവേണ്ടി 2:8 ഒക്കെ ചെക്ക് ചെയ്ത് ഇങ്ങനെ ഈ ഒരു ആരോ കാണിക്കുമല്ലോ, അതിനനുസരിച്ച് നമുക്ക് വെലോസിറ്റി വെക്ടർ ക്ലിയർ ചെയ്യാം. ഇപ്പൊ ഞാൻ മേളോട്ട് വേണ്ടി 2 ഞെക്കുമ്പോൾ നമ്മൾ പതുക്കെ മേളോട്ട് പോകുമ്പോൾ ആ പച്ച താഴോട്ട് വരും. അതുപോലെ സൈഡിലോട്ടും ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ ഇടയ്ക്ക് അത് നേരെ ആക്കുന്നുണ്ട്. കാരണം ഇതിവിടെ പോർട്ടിലും വെക്കും വേണം. അപ്പൊ ഞാൻ ഈ 10x ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യണേ, പോർട്ടിലോട്ട് എത്തിക്കൊണ്ടിരിക്കണേ. അപ്പൊ ഇവിടെ വെച്ച് നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമുണ്ട്, നോസ്കോൺ ഓപ്പൺ ചെയ്യണം. അത് നമുക്ക് K ആണ് നമ്മുടെ കീ. ഇത് ഓപ്പൺ ആവണ ഇത് കാണണം. ഇല്ലെങ്കിലും ഡോക്ക് ആവുമെന്നാണ് എനിക്ക് തോന്നണത്. ഇല്ലെങ്കിൽ K ഇനി മറന്നു പോയി കഴിഞ്ഞാൽ F8 അടിക്കുക. ഈ പാനലില് ഉണ്ടത് നോസ്കോണിന്റെ ഈ ബട്ടൺ, ഈ ബാർ പിടിച്ച് വലിച്ചാണ്. നമുക്ക് തിരിച്ചൊന്നും കൂടെ വന്ന് നോക്കാം എന്താ സംഭവം എന്നൊക്കെ. സമയമുണ്ട് നമുക്ക്. ഈ വെലോസിറ്റി കൂടിയാലേ പ്രശ്നമുള്ളൂ, എല്ലാം പെട്ടെന്ന് നടക്കും. പിന്നെ നമുക്ക് സ്വീറ്റ് സ്പോട്ടിലോട്ട് എത്തിക്കണം. അപ്പൊ കൺട്രോൾ എനിക്ക് പിടിച്ചിട്ട് 3 ഞാൻ നിൽക്കുന്നുണ്ട്. ഈ വെലോസിറ്റി ഭയങ്കര ചെറുതായിട്ട് പോകാൻ 2 നിൽക്കുന്നുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇനി ഇപ്പൊ എനിക്കൊരു അടുത്തെത്താറാകുമ്പോൾ വേണമെങ്കിൽ 20 ഒക്കെ ആക്കാം. അപ്പൊ വേണ്ടി അറിയാലോ 9 അല്ലെങ്കിൽ 6 ഉപയോഗിക്കുക. കൺട്രോൾ എനിക്ക് പിടിച്ചിട്ട് ഉപയോഗിക്കുക. കൺട്രോൾ 9 അടിക്കുമ്പോ 9 വെറുതെ അടിക്കുമ്പോ കുറയുന്നുണ്ട്. 9 വെറുതെ അടിച്ചാൽ 24. കാരണം ഇത് ഓൾമോസ്റ്റ് ഇത്ര എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സമയം കിട്ടും ഇത് അലൈൻമെന്റ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ നമുക്ക് പൊങ്ങാനാണുള്ളത്, കാരണം ഈ പ്ലസ് നമുക്ക് സെന്ററിൽ വേണം. അപ്പൊ ഞാൻ ജസ്റ്റ് 2 ഞെക്കി മേലോട്ട് പോകുന്നുണ്ട്. സെന്റർ എത്തുമ്പോൾ താഴോട്ട് തിരിച്ചു വരും. ഇനി ഇപ്പുറത്തോട്ട് 3 ഞെക്കിട്ട് നമ്മൾ അത് സെന്റർ ചെയ്തു. ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 15 ഇത് വേണ്ട, രണ്ടും ഈക്വലാണ്. അപ്പൊ ഈ ഒരു ഇതില് നമ്മൾ ഓട്ടോമാറ്റിക്കായി ഡോക്ക് ആയിക്കോളും. ഇതാണ് ഡോക്ക് ചെയ്യാനുള്ളത്. ഇനിയിപ്പോ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണമെങ്കിൽ 2 ഞെക്കാൻ ഒന്നും കൂടെ സെന്റർ എത്തിക്കാൻ വേണ്ടി അതും ചെയ്യുന്നുള്ളൂ. 9 8 7. ഓക്കെ, ഇനി ഡോക്ക് ആയിക്കോളും. ഇനി പുറത്തെ വ്യൂ ഞാൻ എടുക്കാണ് കാണാൻ വേണ്ടി. എങ്ങനെയാലും അടുത്തെത്തിയാൽ മതി, അത് തന്നെ ഡോക്ക് ആയിക്കോളും. അപ്പൊ ചെറിയ സ്നാപ്പ് ഇത്തിരി അങ്ങോട്ട് ചരിഞ്ഞ് ചെയ്യണം നമുക്ക് കാണാം. ഇതാണ് ഡോക്കിംഗ് എന്ന് പറഞ്ഞ സംഭവം. 3 2 1 കോണ്ടാക്ട് എന്ന് പറയുമ്പോഴേക്കും ഡോക്കായി എന്നാണ് അർത്ഥം. F1 ഞെക്കി നമുക്ക് അകത്ത് ചെല്ലുമ്പോൾ ഡോക്ട് എന്ന് കാണിക്കും. ഇതാണ് നമ്മുടെ ഫുൾ റൂട്ടീൻ. ഇത് കുറച്ച് സമയം എടുക്കും. ഞാൻ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേണമെങ്കിൽ സിനാരിയോ ഡോക്ക് ടു ISS എന്നുള്ള സിനാരിയോ എടുത്തിട്ട് അൺഡോക്ക് ചെയ്തിട്ട് ഈ ട്രാൻസ്ലേഷൻ എഞ്ചിനൊക്കെ വർക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. അതിന്റെ ഒരു വീഡിയോ കൂടെ വേണമെങ്കിൽ സമയം എടുക്കുമ്പോൾ ചെയ്ത് വെക്കാം. കാരണം ഈ ഒരു എഞ്ചിൻ കൺട്രോൾസ് ആണ് നമുക്കൊരു ഇത്തിരി ടഫായിട്ട് വരാൻ പോകുന്നത്. ആദ്യം എനിക്ക് ടഫായിരുന്നു, പിന്നെ ചെയ്താണ് ഇപ്പൊ ശീലമായത്. എന്നാലും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ സ്റ്റിൽ നമ്മുടെ ഫോക്കസ് കറക്റ്റ് കിട്ടണില്ല. ആ ഒരു കുഴപ്പമുള്ളൂ, വേറെ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ റൊട്ടേഷൻ മോഡും ട്രാൻസാക്ഷൻ മോഡും മാറുമ്പോഴുള്ള ഇതും കൂടെ നമ്മൾ എപ്പോഴും നമ്മൾ അവെയർ ആയിരിക്കണം, ഏത് മോഡിലാണ് നമ്മുടെ എഞ്ചിൻ ഇരിക്കുന്നത്.
ത്രസ്റ്റേഴ്സ് ഇരിക്കുന്നുള്ളത്. ഇപ്പൊ റൊട്ടേഷൻ മോഡ് സെയിം, ഇന്റർനാഷണൽ സ്പേസ് ഡോക്കിംഗ് എന്നുള്ള ഇതാണ്. അപ്പം നമുക്കിനി ഒരു കുറച്ച് നാൾ ചിലപ്പോൾ ബ്രേക്ക് ആയിരിക്കും. എന്നിട്ട് നമുക്കൊരു ദിവസം മൂണിലേക്ക് പോയി ലാൻഡ് ചെയ്യണ വീഡിയോ നമുക്ക് ചെയ്യാം, ഇതുപോലെ ട്യൂട്ടോറിയൽ. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ എവിടെയൊക്കെ പോയി അതൊക്കെ നമുക്ക് പിന്നീട് വരും കാര്യങ്ങൾ ചെയ്യാവുന്നേ ഉള്ളൂ. ആ ടൈമിലേക്ക് ഓപ്പൺ ഓർബിറ്ററും കുറച്ചും കൂടെ സ്റ്റേബിൾ റിലീസ് ഇറക്കുമെന്ന് കരുതുന്നു. അപ്പൊ ഇതെന്തായാലും ഇപ്പൊ ബഗ്ഗൊന്നും ഇപ്പൊ ഈ ഇതിലുണ്ടായില്ല. ഇപ്പൊ നമ്മുടെ ഓർബിറ്റ് എല്ലാം ഈ 1.0 തന്നെ കാണിക്കണേ, വേറെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ലാസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ നമ്മളിത് NAN എന്ന് പറഞ്ഞിട്ട് ഡോക്ക് ചെയ്യണമ്പോ നമ്മള് ഇപ്പൊ ഇത് കറക്റ്റ് ആണ് ഹൈറ്റ് കാണിക്കണേ. നമ്മളൊരു 1000 കിലോമീറ്റർ മേളോട്ട് പോയി. അപ്പൊ നല്ല ദൂരം, ഭൂമിന് മൊത്തം കാണാൻ പറ്റുന്ന ഒരു പകുതി കാണാൻ പറ്റുന്ന അവസ്ഥയിൽ വന്നത്. അപ്പൊ അത് ബഗ്ഗായിരുന്നു. ഡെലിപ്പ് ചെയ്ത് ഈ സീരീസ് എടുക്കുമ്പോൾ അതിൽ വന്നിട്ടില്ല. അപ്പൊ ആ ഡോക്കിംഗ് കഴിഞ്ഞിരിക്കുകയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്കൊരു ടാപ്പ് അടിച്ചിട്ട് വരാം ഭൂമിന്റെ ചുറ്റിന് 100x. ഇപ്പോഴാണ് നമ്മൾ നൈറ്റ് ടൈമിലായിട്ട് വന്നത്. അപ്പൊ നമുക്ക് അത്രയും സമയം കിട്ടും ഡോക്ക് ചെയ്ത്. ഡേ ടൈമിൽ ഡോക്ക് ചെയ്യാൻ വേണ്ടി അതിന് വേണ്ടിയാണ് അത്രയും ചെയ്തത്. ഞാൻ മൗസ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ് ചെയ്യണം. മൗസിന്റെ റൈറ്റ് ബട്ടൺ ഞെക്കി പിടിച്ചിട്ട് മൗസ് ഡ്രാഗ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ സൂര്യോദയം. ഇത്രയും പോരെ, വീഡിയോ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരും ഇൻട്രസ്റ്റ് ഉള്ളവർ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ഡോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു റിവാർഡിങ് ഫീൽ നമുക്ക് കിട്ടും. ഇനിയും പക്ഷെ ജസ്റ്റ് സ്റ്റാർട്ടാണ്. ഓർബിറ്റർ കൊണ്ട് നമുക്ക് മൂണിലേക്ക് പോവാം, മാർസിലേക്ക് പോവാം, ബാക്കി പ്ലാനറ്റ്സിലേക്ക് പോവാം. ഇതിൻ്റെയൊക്കെ ഇതുണ്ട്. അപ്പൊ ഞാൻ മൂണും മാർസും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ് ഓൾറെഡി. എൻ്റെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട്. ട്യൂട്ടോറിയൽ അല്ല, ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ആ വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പം അത് നമുക്ക് ടൈം ആക്സലറേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത്രയും ദിവസങ്ങളൊന്നും വെയിറ്റ് ചെയ്യേണ്ട, മാസങ്ങളൊന്നും വെയിറ്റ് ചെയ്യേണ്ട. നമുക്ക് ടൈം ആക്സലറേറ്റ് ചെയ്ത് പെട്ടെന്ന് ഈ പറഞ്ഞ 1.5 മണിക്കൂർ കൊണ്ട് മാർച്ചിലൊക്കെ എത്താം വൺസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അതിന് വേണ്ടി വേറെ ഹഡാണ് ഉപയോഗിക്കുന്നത്. ട്രാൻസ്ഫെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഹഡ് ഉണ്ട്, MFT ഉണ്ട്. അത് ഉപയോഗിച്ചിട്ട് നമ്മൾ എക്സ്ട്രാ ബോഡീസിലോട്ട് നമ്മൾ പോകണം അതിൻ്റെ സംഭവം ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ബൈ ബൈ, ടാറ്റ ബൈ ബൈ, എൻജോയ് ദ ഓർബിറ്റ്. Copy. I have some words on Sidra. I'm not sure if we've mentioned it to you. We're currently operating in single bed.
Absolutely. Lots of happy people here. ക്ലോസ് ചെയ്യാത്തവർക്ക് വേണ്ടി ഇതാണ് അതിന്റെ റിയൽ ടൈം. നമ്മൾ ഓർബിറ്റ് ചെയ്യണം. അതിന്റെ റിയൽ ടൈം സ്പീഡ് ഇതാണ്. ബോണസ് സ്പീഡ്. നമ്മുടെ ഭൂമിനെ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ഒരു ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോഴുള്ള നമ്മുടെ മനസ്സിലുള്ള തോട്ട്സിന്റെ ഇതും കൂടെ പറയാണ്. എല്ലാം ജസ്റ്റ് ഒരു അനന്തം അജ്ഞാതം എന്നുള്ള ഇതിൽ ചെറിയൊരു ഹോക്കി പ്ലാനറ്റ്. ഇനി അങ്ങോട്ട് എന്താന്ന് ആർക്കും അറിയില്ല. ഇൻഫിനിറ്റി ആയിട്ട് കിടക്കുന്ന സ്ഥലം. ഈ ഒരു പ്ലാന്റിന്റെ വില അറിയാമെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മനുഷ്യർക്ക് ഓൾമോസ്റ്റ് എനിവേ നോളജ് ഒരു അത്യാവശ്യ ഘടകമാണ്. അത്യാവശ്യം നമ്മൾ അതിന്റെ ആ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇത് പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഇതിനകത്ത് എല്ലാ ജീവജാലങ്ങളും ഇതിനകത്താണ് ഇവിടെ കിടന്ന് അടി ഉണ്ടാക്കുന്നതും. ഈ പറഞ്ഞ മനുഷ്യർ റൈസിസവും മറ്റേ പറഞ്ഞ പോലെ കാസ്റ്റിസവും റിലീജിയനും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊളിറ്റിക്സ് എല്ലാം പറഞ്ഞ പോലെ ജനജീവിതം ഒരു ഇതില്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലോട്ട് വരുന്നത്. ഈ പറഞ്ഞ പോലെ ടെക്നോളജി ഉള്ള സമയത്ത് നമ്മൾ അത് ഉപയോഗിച്ച് നമുക്ക് അതിന്റെ നോളജ് നമ്മുടെ മനസ്സ് വലുതാക്കുക എന്നുള്ളൊരു കൺസെപ്റ്റും കൂടെ ഉണ്ടല്ലോ. അതൊന്ന് ചെയ്യുന്നത് നല്ലതാണ് എല്ലാവർക്കും. കാരണം നമ്മൾ ഈ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ പറഞ്ഞ ഇതിപ്പോ ഒന്നുമല്ല. ഈ റിലീജിയൻ, ബോർഡേഴ്സ്, കൺട്രീസ് ഇതൊന്നും ഒന്നുമല്ല. ജസ്റ്റ് ഇതിനകത്ത് കുറെ പേര് കുറെ മൈന്യൂട്ട് ഓർഗാനിസംസ് ചെയ്യുന്ന ഇതാണ്. അതുകൊണ്ട് തന്നെ കുറെ ഭവിഷ്യത്തുകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെതായ ഡേഞ്ചർ ഇതെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ലതാണ് ഇതെല്ലാം. നമ്മളിത് മറ്റൊരാളിലോട്ട് അടിച്ചേൽപ്പിക്കാൻ നോക്കുമ്പോഴാണ് ഇതെല്ലാം പ്രശ്നമാവുന്നത്. അവനവന്റെ വിശ്വാസങ്ങളെല്ലാം നല്ലതാണ്. പക്ഷെ അങ്ങനെയല്ലല്ലോ നോർമൽ മനുഷ്യരുടെ അവസ്ഥ. അപ്പം വീഡിയോ നിർത്തുകയാണ് ഞാൻ. ഇനി കൂടുതൽ പറയുന്നില്ല. ഫിലോസഫി ഇത്ര സയൻസ് ചെയ്ത് വന്നിട്ട് പിന്നെ ഫിലോസഫി പറഞ്ഞ് ചെയ്യാനില്ലല്ലോ. അത് നമുക്ക് ഇനിയും വീണ്ടും വരും കാര്യങ്ങളിൽ നമുക്ക് വേറെ ഓർബിറ്റർ വീഡിയോസ് ആയിട്ട് കണ്ടുപിട്ടാം. മൂണിലേക്ക് പോകുന്നതും മാർസിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ, ഗുഡ് നൈറ്റ്.